അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്, ചില ആളുകളുടെ ശരീരത്തിൽ റൂഹാനി കയറി അല്ലെങ്കിൽ പിശാച് കയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പ്രകോപനപരമായിട്ട് പെരുമാറും, സാധനങ്ങളൊക്കെ തല്ലിപ്പൊട്ടിക്കും. ഇങ്ങനെ പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, നേർ സാക്ഷിയായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ എന്താണ്? റൂഹാനി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടോ? ഒരാളുടെ റൂഹിന് മറ്റൊരാളുടെ ശരീരത്തിൽ കയറാനുള്ള കഴിവുണ്ടോ? പണ്ഡിതന്മാര് എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്നാൽ ഞാൻ പഠിച്ചത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നുള്ളത് മാത്രമാണ്. ഇതിൽ ഒരുപാട് ചർച്ചകളും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിന്റെ റൂഹ് എങ്ങോട്ടാണ് പോകുന്നത്? ഏതൊക്കെ വഴിയിലാണ് ആ റൂഹ് സഞ്ചരിക്കുന്നത്? ചില ആളുകൾ പറയാറുണ്ട്, ഒരാൾ മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിന്റെ റൂഹ് അദ്ദേഹത്തിന്റെ വീട്ടിൽ 7 ദിവസം വരും, അല്ലെങ്കിൽ 40 ദിവസം വരും എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ചില ആളുകളുടെ ശരീരത്തിൽ റൂഹാനി കയറിയെന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും മരണപ്പെട്ടു പോയ ആളുടെ അതേ ശബ്ദത്തിൽ ഇവർ സംസാരിക്കുക, അവര് ചെയ്തുകൊണ്ടുണ്ടായിരുന്ന അതേ പ്രവർത്തികൾ ഇവർ ചെയ്യുക. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ആ മരണപ്പെട്ടു പോയ ആള് അതേപോലെ വന്നിട്ട് ഇവിടെ കയറി. ഇല്ലെങ്കിൽ എങ്ങനെ ഇവർ അതേപോലെ സംസാരിക്കും? അവർ ആരുമറിയാതെ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. ആരുമറിയാതെ പരമരഹസ്യമായി ചെയ്ത പല കാര്യങ്ങളും ഈ റൂഹാനി കൂടി എന്ന് പറയുന്ന ആള് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ സത്യമല്ലേ? അപ്പൊ ആ മരണപ്പെട്ടു പോയ ആളല്ലേ ഇവിടെ വന്നിട്ട് കയറുന്നത് എന്നൊക്കെ ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഒരാൾ മരണപ്പെടുന്ന സമയത്ത് ആദ്യമായി അല്ലാഹു തആല അറിയിപ്പ് കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാമിനേക്കാണ്. ആ മരണപ്പെടുന്ന വ്യക്തി നല്ല മനുഷ്യനാണെങ്കിൽ അസ്രായിൽ അലൈഹിസ്സലാമിന്റെ കൂടെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരും. അതുപോലെ തന്നെ ആ മരണപ്പെടുന്നത് മോശമായ വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളല്ലാത്ത വ്യക്തിയാണെങ്കിൽ അസ്രായിൽ അലൈഹിസ്സലാമിന്റെ കൂടെ അദാബിന്റെ മലക്കുകളായിരിക്കും ഇറങ്ങി വരിക. അവിടെ നിന്ന് റൂഹ് പിടിക്കുന്നത് ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാം തന്നെയാണ്. റൂഹ് പിടിച്ചിട്ട് കൂടെ വന്നത് റഹ്മത്തിന്റെ മലക്കാണെങ്കിൽ ആ റൂഹിനെ റഹ്മത്തിന്റെ മലക്കുകളുടെ കൂടെ കൊടുത്തുവിടും. അതുപോലെ തന്നെ ഈ കൂടെ വന്നിട്ടുള്ളത് അദാബിന്റെ മലക്കാണെങ്കിൽ മോശമായവരുടെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളുടെ റൂഹിനെ അസ്രായിൽ അലൈഹിസ്സലാം ഈ അദാബിന്റെ മലക്കുകളുടെ കൂടെ കൊടുത്തുവിടും. അങ്ങനെ റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടുപോകുന്ന റൂഹിനെ ഇല്ലിയീൻ എന്ന് പറയുന്ന സ്ഥലത്താണ് രേഖപ്പെടുത്തുക. ഇല്ലിയീൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ റൂഹിനെ കൊണ്ടുപോയി രേഖപ്പെടുത്തും. അതുപോലെ തന്നെ മോശം ആളുകളുടെ റൂഹിനെ സിജ്ജിയീൻ എന്ന് പറയുന്ന സ്ഥലത്താണ് രേഖപ്പെടുത്തുക. ആ റൂഹ് ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ ഇവിടെ വെറും ശരീരമാകുന്ന മയ്യിത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ റൂഹിനെ അവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ശരീരത്തിനെ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് ഖബറിലേക്ക് ആ റൂഹിനെ രണ്ടാമതും കൊണ്ടുവരുന്നതാണ്. എന്തിനു വേണ്ടിയാണ്? ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി. അവിടെ ഖബറിൽ വെച്ച് നമ്മൾ ചോദ്യം ചെയ്യുമല്ലോ, അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി ഈ ഇല്ലിയനിൽ ചേർത്ത റൂഹാണെങ്കിലും സിജ്ജിയനിൽ ചേർത്ത റൂഹാണെങ്കിലും ഏത് റൂഹാണെങ്കിലും ഇവിടെ മറമാടിയതിനു ശേഷം ആ ഖബറിലേക്ക് കൊണ്ടുവന്ന് ഇറക്കപ്പെടും. അപ്പോ ചില ചോദ്യങ്ങളുണ്ട് നമുക്കവിടെ. എന്താ? ഒരു മറമാടിയ ഖബറിനെ ചിലപ്പോൾ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ മറമാടിയിട്ട് കുറെ സമയം കഴിഞ്ഞിട്ടോ എപ്പോഴെങ്കിലും ഈ ഖബർ മാന്തി പുലർന്നാൽ അവിടെ ആ മയ്യത്ത് അതേപോലെ വെച്ചിട്ടാണല്ലോ ഉണ്ടാവുക. അവിടെ നമ്മൾ ഈ അദാബ് ചെയ്യുന്നതോ ഇങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് എടുക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. അവിടെയൊന്നും ഈ മലക്കുകളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ശിക്ഷകൾ നടപ്പാക്കിയതിന്റെ അടയാളങ്ങളോ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവാം. അതിന് വളരെ കൃത്യമായുള്ള ഒരു മറുപടി നമുക്ക് നോക്കുകയാണെങ്കിൽ, ഒരാള് ഉറങ്ങുന്ന സമയത്ത് അവരുടെ റൂഹ് ശരീരത്തിൽ നിന്നും വിട്ടുപോകുമെന്നാണ് കിതാബുകളിൽ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ പല സ്ഥലത്തും പോയിട്ടുള്ള സ്വപ്നങ്ങൾ കാണാറുള്ളത്. ഇല്ലേ? നമ്മൾ എവിടെയൊക്കെയോ പോകുന്നതായിട്ട് സ്വപ്നങ്ങൾ കാണാറുണ്ട്. എവിടെ നിന്നെങ്കിലും നമ്മൾ വഴിതെറ്റി വീഴുകയാണെങ്കിൽ അല്ലെങ്കിൽ വല്ല ആക്സിഡന്റ് ആകുന്നതൊക്കെ നമ്മൾ സ്വപ്നം കാണാറുണ്ട്. ആ സമയത്ത് നമുക്ക് വേദനിക്കാറുണ്ട്, നമ്മൾ ഉറക്കെ കരയാറുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ശരീരമോ, ഇവിടെ കാണുന്ന ആളുകൾ നമ്മൾ ശരിക്കും കിടന്നുറങ്ങുന്ന രൂപത്തിലാണ് കാണുന്നുള്ളത്. അപ്പോഴത്തേനും നമ്മൾ ആയിരക്കണക്കിന് കിലോമീറ്റർ ഒക്കെ ദൂരെ പോയിട്ടുണ്ടാകും. അവിടെ നിന്ന് പല സംഭവങ്ങളും സംഭവിച്ചിട്ടുണ്ടാകും.
അതെങ്ങനെയാണ്? റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്നതാണ് എന്ന് കിതാബുകളിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റൂഹുകൾ പരസ്പരം കാണാറുണ്ട്, സംസാരിക്കാറുണ്ട് എന്നൊക്കെ കിതാബുകളിൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ ഈ ഉറങ്ങിക്കിടക്കുന്ന ആളുകളുടെ റൂഹ് വല്ല സ്ഥലങ്ങളിലും പോയിട്ട് ആ റൂഹിന് വേദനിക്കുമ്പോ നമ്മൾ കരയാറുള്ളതൊക്കെ പോലെ അതുപോലെയാണ് ഈ ഖബറിലും ശിക്ഷ നടപ്പാക്കപ്പെടുന്നത്. അപ്പോ നമ്മുടെ റൂഹിനെ ആദ്യം കൊണ്ടുപോയിട്ട് എല്ലിയനിലോ സിജ്ജിയനിലോ അവരുടെ ഗ്രേഡ് അനുസരിച്ചിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുമെന്നും അവിടെ നിന്നും മറമാടിയതിനു ശേഷം ഖബറിലേക്ക് കൊണ്ടുവരുമെന്നും അതുപോലെ തന്നെ അവിടെ ശിക്ഷ നടപ്പാക്കുമെന്നാണ് ഈ പറയപ്പെടുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ റൂഹ് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കയറുക? കിതാബുകളിൽ മഹാന്മാര് പറയുന്നു, ഒരു റൂഹും ഒരു ശരീരം വിട്ടുപോയാൽ പിന്നൊരു ശരീരത്തിലേക്ക് കയറൂല, ഏത് രൂപത്തിലും കയറൂല. കാരണം എന്താ? അവർക്ക് വ്യക്തമായ രേഖകളുണ്ട്. ഒരു സ്ഥലത്ത് നിന്നും പോയാൽ പിന്നൊരു സ്ഥലത്ത്, അവിടെ നിന്ന് പോയാൽ പിന്നൊരു സ്ഥലത്ത്. അത് ഇങ്ങനെ നടക്കുകയോ മറ്റുള്ള ഒരാളുടെ ശരീരത്തിൽ കയറുകയോ ചെയ്യൂല എന്ന്. ഈ റൂഹിനിക്ക് 5 ഘട്ടങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ ഘട്ടം? ഒന്ന് ആലമുൽ അർവാഹിലുള്ള ഘട്ടം, അതായത് നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ റൂഹ് ഊതുന്നതിന് മുമ്പേ അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഘട്ടം, ആ ഒരു ഘട്ടത്തിലുള്ള ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തത് ഉമ്മാന്റെ ഗർഭാശയത്തിൽ റൂഹ് ഊതിയത് മുതൽ മരണം വരെയുള്ള ആ ഒരു ഘട്ടം, 2 ഘട്ടമായി. മൂന്നാമത്തെ ഘട്ടം മരണപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും ശരീരത്തിലേക്ക് ഇറക്കുകയും അതുപോലെ തന്നെ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതുന്നത് വരെയുമുള്ള ആ ഒരു കാലഘട്ടം. അവിടെ നിന്ന് കഴിഞ്ഞാൽ 4ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഖബറിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും മഹ്ശറിൽ കൊണ്ടുപോയി നിർത്തപ്പെടുകയും അവിടെ നമ്മെ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ആ ഒരു ഘട്ടം. 5ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഓരോ ആളുകളുടെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്വർഗത്തിലോ നരകത്തിലോ ആയിട്ടുള്ള ആ ഒരു ഘട്ടം. ഇങ്ങനെ 5 ഘട്ടങ്ങളാണ് റൂഹിനിക്കുള്ളത്. അപ്പോ ഈ റൂഹിനെ പിടിച്ചു കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ കൊണ്ടുപോകുന്നതും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നെ എങ്ങനെയാണ് ഈ റൂഹ് പിന്നൊരാളുടെ ശരീരത്തിൽ കയറുന്നത്? പിന്നെ ഈ റൂഹാനി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ കൂടെ ഒരു റഹ്മത്തിന്റെ മലക്കും അതുപോലെ തന്നെ കരീൻ എന്ന് പറയുന്ന ഒരു പിശാചും ഉണ്ടാകുമെന്നാണ്. അത് കാഫിർ ജിന്ന് എന്നോ അല്ലെങ്കിൽ ശൈത്താൻ എന്നോ രേഖപ്പെടുത്തുന്നുണ്ട്. കരീൻ എന്നാണ് അതിന്റെ പേര് എന്നും. അതെന്തിനാണ് ഈ 2 ആളുകളും നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്? റഹ്മത്തിന്റെ മലക്ക് നമ്മെ നല്ല കാര്യങ്ങളിലേക്ക് ക്ഷണിക്കാനും ഈ കരീൻ എന്ന് പറയുന്ന പിശാചി നമ്മളെ ചീത്ത സ്വഭാവത്തിലേക്ക് ക്ഷണിക്കാനും വേണ്ടിയാണ്. ഇവിടെ നമ്മൾ റഹ്മത്തിന്റെ മലക്കുകളുടെ കൂടെയായിട്ട് നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു വരികയാണെങ്കിൽ ആ പിശാച് ദുർബലനാകുമെന്നാണ്. എന്നാൽ പിശാച് പറയുന്നത് പോലെ നമ്മൾ കേട്ടിട്ട് മോശം സ്വഭാവത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ ശൈത്താൻ നല്ല ഉഷാറാകുമെന്നുമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബത്ത് തിരിച്ചു ചോദിച്ചു അത്രേ, അല്ല നബിയെ, നിങ്ങൾക്കും ഉണ്ടായിരുന്നോ ഈ കരീൻ എന്ന് പറയുന്ന ഈ പിശാച്? നിങ്ങളെ വഴി മോശമാക്കാൻ വേണ്ടി നിങ്ങൾക്കും പിശാച് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം, അതെ എനിക്കും ഉണ്ടായിരുന്നു, പക്ഷേ ആ കരീൻ എന്ന് പറയുന്നവൻ മുസ്ലിം ആയിട്ടുണ്ട് എന്ന്. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഴപ്പിക്കാനോ? എന്താണ് ഈ കേൾക്കുന്നത്? അപ്പോ നമ്മുടെ കൂടെ വരുന്ന ഈ പിശാച് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ഏത് സെക്കൻഡിലും അവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. അതേ സ്ഥാനത്ത് മലക്കുകൾ ചില സമയങ്ങളിൽ നിന്ന് നമ്മളിൽ നിന്ന് മാറി നിൽക്കും. ഉദാഹരണത്തിന് നമ്മൾ ബാത്റൂമിലേക്ക് കടക്കുന്ന സമയത്ത് നല്ല മലക്കിനിക്ക് ബാത്റൂമിൽ വരാൻ വഴിയില്ല. എന്നാൽ ഈ പിശാച് എവിടെയും നമ്മുടെ കൂടെ ഉണ്ടാകും. കാരണം എന്താ? ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഒറ്റപ്പെടുന്ന സമയത്തെങ്കിലും നമ്മെ ഒന്ന് വഴിപിഴപ്പിക്കാനുള്ള സമയം സന്ദർഭം അവൻ നഷ്ടപ്പെടുത്തൂല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ ആളുടെ കൂടെ ഉണ്ടായിരുന്ന മലക്ക്, ആ മലക്കിനിക്ക് അല്ലാഹു തആല ഏൽപ്പിച്ച വേറെയും ചില കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോ മലക്ക് വന്ന അതേ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകും. എന്നാൽ ഈ പിശാച് ഇവൻ നിലയില്ലാതെ ഇങ്ങനെ ഭൂമിയിൽ സഞ്ചരിക്കുമെന്നും അത് മറ്റ് ഏതെങ്കിലും കരീനുമായിട്ടുള്ള ഏതെങ്കിലും പിശാചുമായിട്ട് കൂടെ കൂടിയിട്ട് ആരുടെയെങ്കിലും ശരീരത്തിൽ കടക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ പിശാചിനെയാണ് ചില ആളുകൾ റൂഹാനി എന്ന് പറയുന്നത്. പിശാചിനിക്ക് മനുഷ്യരുടെ ശരീരത്തിൽ കയറാനുള്ള കഴിവുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട ആളുടെ അതേ ശബ്ദത്തിൽ ചിലപ്പോൾ സംസാരിക്കും. ആ ആളുകൾ വളരെ രഹസ്യമായിട്ട് ചെയ്ത പല കാര്യങ്ങളും ഇവനിക്ക് പറയാൻ കഴിയും. കാരണം എന്താ?
ഒരു സെക്കൻഡ് പോലും നമ്മളിൽ നിന്നും വിട്ടുമാറാത്ത ഒരുത്തൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, അവനാണ് ഈ പിശാജ്. അപ്പൊ ഈ പിശാജ് മറ്റൊരാളുടെ ശരീരത്തിൽ കയറിയാൽ അവനിക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയും. എന്നാൽ അത് റൂഹ് അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു റൂഹിനിക്ക് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കടക്കാൻ കഴിയില്ല. അതിന് തിരിച്ചു വരാനുള്ള ഒരു വകുപ്പും ഇല്ല. അതാണ് കിതാബുകളിൽ പണ്ഡിതന്മാർ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നിന്നും കൊണ്ടുപോയാൽ ഇന്ന സ്ഥലത്ത്, അവിടെ നിന്നും കൊണ്ടുപോയാൽ പിന്നൊരു സ്ഥലത്ത്, ഇങ്ങനെ മലക്കുകൾ അതിനെ കൊണ്ടുപോവുകയും അതിനു വേണ്ട ശിക്ഷയാണെങ്കിൽ ശിക്ഷ, നല്ലവരാണെങ്കിൽ നല്ല സ്ഥലത്ത്, ഇങ്ങനെയൊക്കെ അവർ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അതിനിക്ക് തിരിച്ചു വരാനുള്ള കഴിവില്ല. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കരീൻ എന്ന് പറയുന്ന പിശാജാണ് ഈ റൂഹാനി എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ആളുകളുടെ ശരീരത്തിൽ കയറുന്നത്. ഇങ്ങനെയുള്ള പിശാചുക്കൾ പല തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. വളരെ നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളെ ചിന്ന ഭിന്നമാക്കിയിട്ട് കുടുംബം കുട്ടിച്ചോറാക്കുക എന്ന് പറയില്ലേ, അതുപോലെ ചെയ്യാറുണ്ട് ചില സമയങ്ങളിൽ. എന്തിനാ? ഈ പിശാച് നോക്കുന്നത് തന്നെ നമ്മെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും, നമ്മളെ എങ്ങനെ രണ്ടാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ ഈ മരണപ്പെട്ടുപോയ ആളുകളുടെ അതേ സംസാരവും അതേ സ്വഭാവവും ഒക്കെ പിന്നൊരാളിൽ കണ്ടാൽ അവർ പറയുന്നത് എന്താ? ആ മരിച്ച ആള് വന്നു എന്നുള്ളതാണ്. ആ മരിച്ച ആള് വന്നു. ഈ പിശാചാണെങ്കിൽ പല തരത്തിലുള്ള കള്ളങ്ങളും അവിടെ പറയും. അപ്പൊ അവര് വിചാരിക്കുന്നത് എന്താ? ആ മരിച്ച ആള് പറയുന്നത് കണ്ടില്ലേ, അപ്പൊ അത് തന്നെയാണ് അവിടെ നടന്നത് എന്നുള്ളതാണ്. എന്നാൽ അത് പിശാച് പറയുന്നതാണ്. അതും നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല, ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. ഇവിടെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ചില സംഭവങ്ങളുണ്ട്. എന്താണെന്നറിയോ? ചില ആളുകൾ പറയാറുണ്ട്, ചില ആളുകളുടെ ശരീരത്തിൽ മഹാത്മാക്കളുടെ റൂഹ് വന്ന് കയറാറുണ്ട് എന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, എത്രത്തോളം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഇതെന്ന്. കാരണം കിതാബുകളിൽ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്, ഒരു വ്യക്തി മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിന്റെ റൂഹിനെ കൊണ്ടുപോകും. ആ ഒരു റൂഹ് പിന്നൊരാളുടെ റൂഹിലേക്ക് കയറൂല. നിഷിദ്ധമായിട്ട് പറഞ്ഞു, കയറൂല. പിന്നെ എങ്ങനെയാണ് ഈ പരിശുദ്ധമായ ആത്മാക്കൾ വന്നിട്ട് മറ്റുള്ള ആളുകളുടെ ശരീരത്തിലേക്ക് കയറുക? അത് പരിശുദ്ധമായ ആളുകളും കയറൂല, പരിശുദ്ധമല്ലാത്ത ആളുകളും കയറൂല. പരിശുദ്ധമല്ലാത്ത ആളുകൾ എന്ന് പറയുന്നത് ഈ പിശാചാണ് കയറുന്നത്, റൂഹല്ല. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു റൂഹ് പിന്നൊരാളുടെ റൂഹിലേക്ക് കയറൂല. ശൈത്താനാണെങ്കിൽ പിന്നൊരാളുടെ ശരീരത്തിലേക്ക് കയറാൻ കഴിയും. അതാണ് നമ്മൾ നോക്കേണ്ടത്. ശൈത്താനിക്ക് ഒരു മനുഷ്യന്റെ ശരീരത്തിലൂടെ രക്തമൊഴുകുന്ന സ്ഥലങ്ങളിലേക്ക് വരെ കയറാൻ കഴിയുമെന്നാണ്. ഇതൊക്കെ കിതാബുകളിൽ മഹാന്മാര് പറഞ്ഞിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മെല്ലാവരെയും കാത്തു സലാമത്താക്കുമാറാവട്ടെ. നമ്മയും കുടുംബങ്ങളെയും നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും എല്ലാവരെയും അല്ലാഹു തആല കാത്തു സലാമത്താക്കട്ടെ. ഈമാനോടുകൂടി ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് കാമിലായി ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖം കണ്ട് പുഞ്ചിരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം എന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.